പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ചും ആണവ വിഷയത്തിൽ ഇറാൻ സ്വീകരിക്കുന്ന ശക്തമായ നിലപാടുകൾ ലോകശക്തികളെ വീണ്ടും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. പാശ്ചാത്യ ശക്തികളുടെ ഇരട്ടത്താപ്പിനും സമ്മർദ്ദ തന്ത്രങ്ങൾക്കും മുന്നിൽ തങ്ങൾ മുട്ടുമടക്കില്ലെന്ന് ഇറാൻ ആവർത്തിച്ച് പ്രഖ്യാപിക്കുമ്പോൾ ഒരു പതിറ്റാണ്ടിലേറെയായി നിലനിന്നിരുന്ന ആണവ കരാറിന്റെ ഭാവി അപകടത്തിലായിരിക്കുന്നു. അന്താരാഷ്ട്ര ഉപരോധങ്ങൾ പുനഃസ്ഥാപിച്ചതിനെ തുടർന്ന് ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ ഏജൻസിയുമായുള്ള സഹകരണം തുടരുന്നത് പ്രസക്തമല്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പ്രഖ്യാപിച്ചതോടെയാണ് പ്രതിസന്ധി രൂക്ഷമായത്. ഈ സംഭവ വികാസം 2015 ആണവ കരാറിന്റെ ചരമക്കുറിപ്പായി കണക്കാക്കപ്പെടുന്നു. വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പ്രഖ്യാപിച്ച ഏറ്റവും സുപ്രധാനമായ കാര്യം 2025 സെപ്റ്റംബറിൽ IAEAയുമായി ഒപ്പുവെച്ച കെയ്റോ കരാർ ഇനി പ്രസക്തമല്ല എന്നാണ്. ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണങ്ങളെ തുടർന്ന് നിർത്തിവെച്ച പരിശോധനകൾക്കും നിരീക്ഷണത്തിനുമുള്ള ഒരു ചട്ടക്കൂടാണ് ഈ കരാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ കരാറിലൂടെ സഹകരണം ഭാഗികമായെങ്കിലും പുനഃസ്ഥാപിക്കാൻ ഇരുപക്ഷവും ശ്രമിച്ചിരുന്നു. എന്നാൽ കരാർ ഒപ്പിട്ട് അധികം വൈകാതെ തന്നെ 2015 ആണവ കരാറിൽ പങ്കാളികളായ ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾ തങ്ങളുടെ നിലപാട് മാറ്റി. ഇറാൻ തങ്ങളുടെ പ്രതിബദ്ധതകൾ ലംഘിച്ചുവെന്ന് ആരോപിച്ച് കരാറിലെ സ്നാപ്പ് ബാക്ക് സംവിധാനം ഉപയോഗിച്ച് 2015 മുൻപുള്ള UN ഉപരോധങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ ഇവർ തീരുമാനിച്ചു. ഈ യൂറോപ്യൻ രാജ്യങ്ങളുടെ നീക്കം കരാറിന്റെ ലക്ഷ്യത്തെ തന്നെ ഇല്ലാതാക്കി. ഉപരോധങ്ങൾ ഭീഷണിപ്പെടുത്താനുള്ള ഒരു ഉപകരണമായി ഉപയോഗിച്ചാൽ അത് സഹകരണത്തിന്റെ വാതിലുകൾ അടയ്ക്കുന്നതിൽ കലാശിക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കി. ഈ നടപടി തങ്ങളുടെ സ്വതന്ത്രമായ നിലപാട് ഉപേക്ഷിച്ച് അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയതിന്റെ ഫലമാണെന്ന് ഇറാൻ വിമർശിക്കുകയും യൂറോപ്യൻ രാജ്യങ്ങളുടെ ഈ ഏകപക്ഷീയമായ നിലപാട് ചർച്ചകളിലെ അവരുടെ സ്വാധീനം ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതാക്കിയെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 2018 ഏകപക്ഷീയമായി JCPOAയിൽ നിന്നും പിന്മാറിയതിനു ശേഷം ഇറാൻ ഘട്ടം ഘട്ടമായി കരാറിലെ പല പരാതികളിൽ നിന്നും പിന്മാറാൻ തുടങ്ങിയിരുന്നു. ഇറാൻ ഘട്ടം ഘട്ടമായി കരാറിലെ പല പരിധികളിൽ നിന്നും പിന്മാറാൻ തുടങ്ങിയിരുന്നു. ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളും സമാനമായി നടപടി സ്വീകരിച്ചതോടെ ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതിയിൽ കൂടുതൽ ദൃഢമായ തീരുമാനങ്ങളിലേക്ക് നീങ്ങുകയാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഉപരോധങ്ങൾ നിലനിൽക്കുന്ന കാലത്ത് ഉറപ്പുള്ള ഊർജ്ജ സ്രോതസ്സുകൾ സ്വന്തമാക്കേണ്ടത് ദേശീയ സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. സിവിലിയൻ ആവശ്യങ്ങൾക്കായി യുറേനിയം സമ്പുഷ്ടീകരിക്കാനുള്ള തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാൻ ഇറാൻ പ്രതിജ്ഞാബദ്ധമാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ ഉപരോധങ്ങൾ പുനഃസ്ഥാപിച്ച ഈ സമയത്ത് യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ തോത് വർദ്ധിപ്പിക്കാനുള്ള നിയമപരമായ നടപടികളുമായി ഇറാൻ മുന്നോട്ട് പോവുകയാണ്. നിലവിൽ 60% വരെ ശുദ്ധീകരിച്ച യുറേനിയം ഇറാന്റെ കൈവശമുണ്ട്. ഇത് ആണവായുധ നിർമ്മാണത്തിന്റെ 90% എന്ന നിലയിലേക്ക് എത്തിക്കുന്നതിന്റെ ഒരു ചെറിയ ചുവടുവെപ്പ് മാത്രമാണ്. ഇറാന്റെ പ്രഖ്യാപിത നിലപാട് തങ്ങളുടെ ആണവ പരിപാടി സിവിലിയൻ ആവശ്യങ്ങൾക്കുള്ളതാണെന്നും NPT അഥവാ ആണവ നിർവ്യാപന ഉടമ്പടി പ്രകാരം സമ്പുഷ്ടീകരണത്തിനുള്ള അവകാശം തങ്ങൾക്കുണ്ടെന്നുമാണ്. എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങൾ ഇറാൻ ആണവായുധങ്ങൾ തേടുന്നുവെന്ന് ആരോപിക്കുന്നു. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഇസ്രയേലിന്റെ പിന്തുണയിലുമുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ഇറാനെ വരുതിയിലാക്കാൻ ശ്രമിക്കുന്നതിനെ തങ്ങളുടെ രാജ്യത്തിന്റെ ആണവ സാങ്കേതിക വിദ്യയിലെ സ്വയം പര്യാപ്തത ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇറാൻ പ്രതിരോധിക്കുന്നത്. ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ആക്രമണങ്ങൾക്ക് ഇറാന്റെ കൈവശമുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ ഒരു തരി പോലും നശിപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യം ഇറാന്റെ പ്രതിരോധ ശേഷിയും ആഭ്യന്തര സുരക്ഷയും കുറിച്ചുള്ള അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. ഇറാൻ അന്താരാഷ്ട്ര ആണവ നിരീക്ഷണ ഏജൻസിയായ IAEAയുടെ നിഷ്പക്ഷതയെ ശക്തമായി ചോദ്യം ചെയ്യുന്നു. ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ അഭിപ്രായത്തിൽ ആണവ നിർവ്യാപന ഉടമ്പടി പ്രകാരമുള്ള ബാധ്യതകൾ ഉണ്ടായിരുന്നിട്ടും ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ഇസ്രയേലി ആക്രമണങ്ങളെ അപലപിക്കുന്നതിൽ ഏജൻസി പരാജയപ്പെട്ടു. ഇറാൻ IAEAക്കെതിരെ ഉന്നയിക്കുന്ന പ്രധാന ആരോപണങ്ങൾ നിരവധിയാണ്. ഏജൻസി അതിന്റെ സാങ്കേതിക ദൗത്യത്തിൽ നിന്നും വൃതിചലിച്ച് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിക്കപ്പെടുന്നു. ഇസ്രയേലിന്റെ രഹസ്യാണവ പരിപാടികളെക്കുറിച്ചോ മേഖലയിലെ മറ്റ് ആണവ ഭീഷണികളെക്കുറിച്ചോ ചോദ്യം ചെയ്യാൻ ഇവർ തയ്യാറാകാത്തത് ഏജൻസി ചില രാജ്യങ്ങളുടെ രാഷ്ട്രീയ ഉപകരണമായി പ്രവർത്തിക്കുന്നുവെന്ന വാദത്തിന് ബലം നൽകുന്നു. ഇസ്രയേൽ ആണവശേഷിയുള്ള രാജ്യമായി കണക്കാക്കപ്പെടുന്നുണ്ടെങ്കിലും ഇറാനുമേൽ മാത്രം ഉപരോധങ്ങളും സമ്മർദ്ദങ്ങളും ഏർപ്പെടുത്തുന്നത് ഇരട്ടത്താപ്പാണെന്ന് ഇറാൻ ആരോപിക്കുന്നു. യൂറോപ്യൻ ത്രയം അതായത് ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി ഉപരോധങ്ങൾ തിരികെ കൊണ്ടുവരുമെന്ന് ഭീഷണിപ്പെടുത്തി. അത് നടപ്പാക്കുകയും ചെയ്തതോടെ ചർച്ചകളിൽ അവരുടെ പങ്കാളിത്തം നാമമാത്രമായി എന്ന് അരാഗ്ചി വ്യക്തമാക്കി. യൂറോപ്യൻ ത്രയത്തിന്റെ ഈ നടപടി ചർച്ചകളിലെ അവരുടെ പങ്കിനെ നാമമാത്രമാക്കി. ഈ 3 യൂറോപ്യൻ രാജ്യങ്ങളും തങ്ങളുടെ പ്രാധാന്യം കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുമായി ചർച്ച തുടരേണ്ടതിന്റെ ആവശ്യകത ഏതാണ്ട് ഇല്ലാതായി. യൂറോപ്പ് സ്വന്തമായി പ്രവർത്തിക്കാൻ വിസമ്മതിക്കുകയും അമേരിക്കൻ പക്ഷത്തേക്ക് ചേരുകയും ചെയ്തതോടെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യങ്ങളുമായുള്ള തുടർ ചർച്ചകൾ പ്രസക്തിയില്ലാതായി.
ഭാവിയിലെ ആണവ ചർച്ചകളിൽ യൂറോപ്യൻ കൂട്ടായ്മയ്ക്ക് മുൻപത്തെ അപേക്ഷിച്ച് വളരെ ചെറിയ പങ്കായിരിക്കും ഉണ്ടാവുകയെന്നും ഇറാൻ അടിവരയിട്ട് പറയുന്നു. യൂറോപ്പിന്റെ ഈ നീക്കം ഇറാനെ കൂടുതൽ ശക്തമായ നിലപാടുകളിലേക്ക് നീങ്ങാൻ പ്രേരിപ്പിച്ചു. പാശ്ചാത്യ രാജ്യങ്ങളുടെ സമ്മർദ്ദ തന്ത്രങ്ങൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കാൻ തന്നെയാണ് ഇറാന്റെ തീരുമാനം. ഈ കാര്യത്തിൽ ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ നിലപാടാണ് നടപ്പാക്കുക. ഇറാനെ ആണവ ശക്തിയായി മാറ്റുക എന്നതാണ് ഖമേനിയുടെ സ്വപ്നം. ഇത് സിവിലിയൻ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണോ അതോ ആണവായുധ ശേഷി നേടുന്നതിന് വേണ്ടിയാണോ എന്നത് അന്താരാഷ്ട്ര സമൂഹത്തെ ആശങ്കപ്പെടുത്തുന്നു. NPT-യിൽ നിന്ന് പൂർണ്ണമായും പിന്മാറണമെന്ന് ചില ഇറാനി നിയമനിർമ്മാതാക്കൾ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ തൽക്കാലം ഉടമ്പടി ബാധ്യതകളിൽ തുടരുമെന്നാണ് വാദിച്ചത്. എങ്കിലും പാശ്ചാത്യ രാജ്യങ്ങളുടെ തുടർച്ചയായ സമ്മർദ്ദങ്ങൾ ഈ നിലപാടിൽ മാറ്റം വരുത്താൻ സാധ്യതയുണ്ട്. ഇതിനിടയിൽ റഷ്യ ഇറാനുമായുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പുതിയ കരാറിൽ ഒപ്പുവെച്ചതും പാശ്ചാത്യ രാജ്യങ്ങൾക്കെതിരായ ഇറാന്റെ നീക്കങ്ങൾക്ക് പിന്തുണ നൽകുന്നതും ശ്രദ്ധേയമാണ്. ഇത് അന്താരാഷ്ട്ര തലത്തിൽ ഇറാനെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുന്നു. ഇറാനെ ഒറ്റപ്പെടുത്താനും വരുതിയിലാക്കാനുമുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ ശ്രമങ്ങൾ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഉപരോധങ്ങൾ ഭീഷണിപ്പെടുത്താനുള്ള ഒരു ഉപകരണമായി ഉപയോഗിച്ചാൽ അത് സഹകരണത്തിന്റെ വാതിലുകൾ അടയ്ക്കുന്നതിൽ കലാശിക്കുമെന്ന് ഇറാൻ തെളിയിച്ചു. ആണവ കരാറുകളിലെ നിയമപരമായ പരിധികൾക്കുള്ളിൽ നിന്നുകൊണ്ട് സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും അവകാശങ്ങൾക്കും വേണ്ടി നിലകൊള്ളാനുള്ള ഇറാന്റെ തീരുമാനം ശക്തമാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ എണ്ണശേഖരമുള്ള രാജ്യങ്ങളിലൊന്നെന്ന നിലയിലും സിവിലിയൻ ആവശ്യങ്ങൾക്കായി യുറേനിയം സമ്പുഷ്ടീകരിക്കാനുള്ള അവകാശം തങ്ങൾക്കുണ്ടെന്ന് വാദിക്കുന്നതിലൂടെയും ഇറാൻ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ ഒരു വെല്ലുവിളിയായി മാറുകയാണ്. ചർച്ചകളിലെ സ്വാധീനം നഷ്ടപ്പെട്ട യൂറോപ്യൻ രാജ്യങ്ങൾ ഇനി എന്ത് നിലപാടെടുക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇനി പശ്ചിമേഷ്യയുടെ ആണവ ഭാവിയും സമാധാന സാധ്യതകളും. ഇറാനെ പൂർണ്ണമായും ആണവ നിരീക്ഷണത്തിന് പുറത്താക്കിയാൽ അത് മേഖലയെ കൂടുതൽ അപകടകരമായ ഒരു പുതിയ വഴിത്തിരിവിലേക്ക് എത്തിച്ചേക്കാം. ഈ പ്രതിസന്ധിയിൽ യൂറോപ്പിന് തങ്ങളുടെ വിദേശ നയത്തിൽ ഒരു പുനഃപരിശോധന നടത്തേണ്ടതായും വരും. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും താൽപ്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നതിന് പകരം ഇറാനുമായി ഒരു പുതിയ നയതന്ത്രപാത തുറക്കാനുള്ള സാധ്യതകൾ യൂറോപ്പ് ശ്രമിച്ചില്ലെങ്കിൽ ആണവ കരാർ എന്ന ആശയം തന്നെ എന്നേക്കുമായി ഇല്ലാതാവുകയും ലോകം കൂടുതൽ ആശങ്കാജനകമായ ഒരു ആണവ കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും.